ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति सुपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगुणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सगणललिता शिवशाखान्वितं हे कृष्ण करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिका राधा कान्ता नमोस्तुते तप्त काञ्चन गौरांगी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिने नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशधारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासादि गौर भक्तवृंद हरे कृष्ण 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 हरे 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 राम 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 हरे हरे। गुरुवे गौरचंद्राय राधिकाय तदालये कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो नमः। हरे कृष्ण हरि ओम तत्सत्। ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സോ നമ്മളിന്ന് വായിക്കുന്നത് ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ് 3-ാമത്തെ അധ്യായം 17-ാമത്തെ ശ്ലോകം മുതൽ. യസ്വാത്മരതിര്യേവ സ്യാദ് ആത്മതൃപ്തസ്യ മാനവാം ആത്മന്യേവ ച സന്തുഷ്ടഃ തസ്യ കാര്യം ന വിദ്യതേ. യസ്വാത്മരതിര്യേവ സ്യാദ് ആത്മതൃപ്തസ്യ മാനവാം ആത്മന്യേവ ച സന്തുഷ്ടഃ തസ്യ കാര്യം ന വിധീയതേ. ശ്രീദേവി മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. യസ്ത്വാത്മരതിരേവ ആധ്യാത്മതൃപ്തശ്ച മാനവ ആത്മനേവ ച സന്തുഷ്ടഃ സസ്യ കാര്യം ന വിദ്യതേ. ഇപ്പോൾ ഗീത മാതാജി എന്റെ ട്രാൻസ്ലേഷൻ വായിക്കും. കൃഷ്ണ. മനുഷ്യ ജീവിതം ആത്മസാക്ഷാത്കാരത്തിനു വേണ്ടി ഒഴിഞ്ഞുവെക്കുകയും ആത്മാരാമനായി വർത്തിക്കുകയും ആത്മാവിൽ പൂർണ്ണ തൃപ്തനായിരിക്കുകയും ചെയ്യുന്നവന് കർത്തവ്യങ്ങൾ ഒന്നുമില്ല. ഹരേ കൃഷ്ണ പ്രഭുജി. ഏതാ ശ്ലോകം? ഇത് 3:17. ഓക്കെ, താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. So, but for one who takes pleasure in the self, whose human life is one of self-realization, and who is satisfied in the self only, fully satiated, for him there is no duty. അപ്പോൾ ഒരു ശുദ്ധ ഭക്തന്, പൂർണ്ണമായിട്ടും ഭഗവാനെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് പ്രത്യേകിച്ച് യാതൊരു കർത്തവ്യങ്ങളും നിറവേറ്റേണ്ട യാതൊരു ആവശ്യമില്ല എന്നാണ് പറയുന്നത്. കാരണം അവര് ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടാണ് ഈ ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കെല്ലാവർക്കും പല കർത്തവ്യങ്ങളും ചെയ്യാനുണ്ട്, പല ഒബ്ലിഗേഷൻസും ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട 5 ഒബ്ലിഗേഷൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്, ആരോടൊക്കെയാണ് നമുക്ക് ഒബ്ലിഗേഷൻസ്, അതായത് കടപ്പാടുകൾ ഉള്ളത്? പൂർണ്ണമായിട്ട് ഭഗവാനെ ആശ്രയിച്ച ഒരു വ്യക്തിക്ക് ഇതിൻ്റെതായിട്ടുള്ള യാതൊരു ഒബ്ലിഗേഷൻസോ അല്ലെങ്കിൽ കടപ്പാടോ ഇല്ല എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മൾ പൂർണ്ണമായിട്ടും ഭഗവാനെ ശരണം പ്രാപിച്ചിട്ടില്ല, നമ്മൾ ആ തലത്തിലേക്ക് എത്തിയിട്ടില്ല. അപ്പൊ നമുക്ക് ഇവരോട് എല്ലാവരോടും കടപ്പാടുകളുണ്ട്. ആരോടൊക്കെ നമുക്ക് കടപ്പാടുള്ളത്? ആരൊക്കെ നമുക്ക് കടപ്പാടുള്ളത്? അച്ഛനമ്മ അങ്ങനെയൊക്കെയാണ്. ഓക്കെ, 5 ആൾക്കാർ, 5 കാറ്റഗറിയിലെ ആൾക്കാരോടാണ് നമുക്ക് കടപ്പാടുള്ളത്. യജ്ഞങ്ങളാണോ? യജ്ഞങ്ങളല്ല,
യജ്ഞങ്ങളല്ല, പഞ്ചാമ. അപ്പൊ മാതാപിതാ ഗുരുദേവ് അങ്ങനെയൊക്കെയാണ് പ്രഭുജി. അല്ല അല്ല അല്ല. അപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ നമുക്ക് നമ്മളുടെ പിതൃക്കളോട് കടപ്പാടുണ്ട്. അച്ഛനും അമ്മ നമുക്ക് ജന്മം തന്നു, നമ്മുടെ പൂർവികര് നമുക്ക് ഒരുപാട് സ്വത്തും ഒരുപാട് പ്രോപ്പർട്ടീസും ഒരുപാട് കാര്യങ്ങളും വൃക്ഷങ്ങളൊക്കെ നട്ടു തന്നു. അപ്പൊ അതിന്റെ ഫലങ്ങൾ നമ്മളിപ്പോഴല്ലേ, ഇപ്പൊ നമ്മൾ വൃക്ഷം നട്ടിട്ടല്ല, നമ്മൾ ചെടി നട്ടിട്ടല്ല വൃക്ഷങ്ങളായിട്ട് അതിന്റെ ഫലം നമ്മൾ ഉപയോഗിക്കുന്നല്ലേ. അത് നമ്മുടെ പൂർവികർ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എല്ലാം ഉണ്ടാക്കി തന്നതുകൊണ്ട് നമ്മൾ ഇപ്പൊ അനുഭവിക്കുന്നു. അപ്പൊ നമുക്ക് നമ്മുടെ മാതാപിതാക്കൾ പൂർവികരോട് ആൻസെസ്റ്റേഴ്സിനോട് കടപ്പാടുണ്ട്. അത് തീർക്കാൻ പറ്റുന്ന കടപ്പാടാണോ? അവർക്ക് കൊടുക്കാൻ പറ്റും? ഇല്ല. ഓക്കെ, അപ്പൊ അവരോട് കടപ്പാടുണ്ട്. അവരോടുള്ള കടപ്പാട് തീർച്ചയായിട്ടും നമ്മളത് മാനിക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് അവരെ നമ്മൾ വന്ദിക്കണം. അവരോട് കടപ്പാടുണ്ട്. ഓക്കെ, പിന്നെ അന്യജീവജാലങ്ങളോട് ഒരുപാട് ജീവജാലങ്ങളുണ്ട്. ഈ 84 ലക്ഷം യോനികളിൽ ജീവജാലങ്ങളുണ്ട്, മനുഷ്യരടക്കം. അപ്പൊ അന്യജീവജാലങ്ങൾ നമുക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നുണ്ട്, ഡയറക്ട്ലി ഒരു ഇൻഡയറക്ട്ലി. അപ്പൊ ഈ ഒരുപാട് വേംസ് ഉണ്ട്, എർത്ത് വേംസ് ഈ ഭൂമിയിൽ. ആ എർത്ത് വേംസ് ഇല്ലെങ്കിൽ നമ്മളുടെ വെജിറ്റേഷൻസും ക്രോപ്സും ഒന്നും ശരിക്ക് നമുക്ക് ഫലം തരില്ല. അവരൊക്കെയാണ് അതിന്റെ പോഷകാംശം കൊടുക്കുന്നത്. അങ്ങനെ ഒരുപാട് പശുക്കൾ നമുക്ക് എന്തെല്ലാം വിധത്തിലുള്ള സഹായം, പശുവിന്റെ എല്ലാ പ്രൊഡക്റ്റും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. അങ്ങനെ എല്ലാ യു ടേക്ക് എനി അനിമൽസ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി നമുക്ക് ഒരുപാട് സഹായം തരുന്നുണ്ട് അല്ലേ, നമുക്ക് ഉപയോഗപ്രദമാകുന്നു. അപ്പൊ അനിമൽസ്, അതായത് അതർ ലിവിങ് എൻറ്റിറ്റീസ്, അത് അനിമൽസ് ആയിക്കോട്ടെ, വേംസ് ആയിക്കോട്ടെ, ട്രീസ് ആൻഡ് പ്ലാന്റ്സ് ആയിക്കോട്ടെ, അക്വാറ്റിക്സ് ആയിക്കോട്ടെ, നമ്മളുടെ ഭക്ഷണത്തിനും ബാക്കി എല്ലാ കാര്യങ്ങൾക്കും അവർ നമുക്ക് സഹായം തരുന്നുണ്ട്. അവരോട് കടപ്പാടില്ലേ നമുക്ക്? അപ്പോ നമുക്ക് പിതൃക്കളോട്, പൂർവികരോട്, പിന്നെ അതർ ലിവിങ് എൻറ്റിറ്റീസ്, പിന്നെ മനുഷ്യരോട്, നമ്മളുടെ സഹജീവികളോട് അല്ലേ, ഡയറക്ട്ലി ഇൻഡയറക്ട്ലി എന്തെല്ലാം നമ്മളുടെ തന്നെ മനുഷ്യവർഗം നമുക്ക് സഹായകരമാകുന്നു. ഇതൊന്നും നമ്മൾ ആലോചിക്കുന്നില്ല, നമ്മൾ കണക്കും പറയാറില്ല. ഒരുപാട് 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 സഹായങ്ങളും കാര്യങ്ങൾ നമുക്ക് വേണ്ടി മനുഷ്യരനെ ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ ഡെമിഗോഡ്സ്, ദേവി ദേവതമാർ, അവർ നമുക്ക് എന്തെല്ലാം ഈ പ്രകൃതിയിലുള്ള, അതായത് വായു, വെളിച്ചം, വെള്ളം, ഈ കാര്യങ്ങളെല്ലാം നമുക്ക് സപ്ലൈ ചെയ്യുന്ന ആരാണ്? ഡെമിഗോഡ്സ്. നമ്മളുടെ ദേഹത്തിൽ തന്നെ ഓരോ അംഗങ്ങളും പ്രവർത്തിക്കുന്നതിന്റെ അധിഷ്ഠാ ദേവന്മാര് ഉണ്ട്. അപ്പൊ അവർ ഇപ്പൊ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് ഡൈജസ്റ്റ് ചെയ്യാൻ അതിൻ്റെ ഒരു ദേവതയുണ്ട്. അവരുടെ സൂപ്പർവിഷനാണ് നടക്കുന്നത്. നമ്മൾ കാണുന്നത്, നമുക്ക് കേൾക്കുന്നത്, നമ്മുടെ മനസ്സ്, ഇതിനെല്ലാം അധിഷ്ഠാത ദേവി ദേവതമാരുണ്ട്. അവരോട് നമുക്ക് കടപ്പാടില്ലേ? നമ്മളൊന്നും അറിയുന്നില്ലേ, വി ടേക്ക് ഇറ്റ് എവറിത്തിങ് ഫോർ ഗ്രാൻഡഡ്. ഇതെല്ലാം നമ്മളുടെ അവകാശമാണ്. അപ്പോ അങ്ങനെ ദേവി, പിന്നെ ഋഷിവര്യന്മാരോട്, സേജസ്, കാരണം ആ സേജസ് കാരണം നമുക്ക് ഈ ഭഗവത്ഗീത, ഭാഗവതം, മറ്റ് വേദഗ്രന്ഥങ്ങളെല്ലാം നമുക്ക് കിട്ടിയിരിക്കുന്നു. ഇത് വായിച്ച് ഇത് വളരെ നല്ല സരളമായിട്ടുള്ള രൂപത്തിൽ നമുക്ക് പഠിപ്പിച്ചു തരാൻ ആ കാര്യങ്ങളെല്ലാം അവസരം ഒരുക്കുന്നത് സേജസ് ആണ്. നമ്മുടെ സംസ്കൃത വേദങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് കമന്ററീസ് എഴുതി ഒരുപാട് ആചാര്യന്മാര് വളരെ ലളിതമായ രീതിയിലെല്ലാം നമുക്ക് പറഞ്ഞു തന്നു. പിന്നെ അതിനെ ഹരേ കൃഷ്ണ, സൗണ്ട് ക്ലിയർ ആവുന്നില്ല, അഞ്ചാമത്തെ കേട്ടില്ല. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഇപ്പൊ ക്ലിയർ ആണോ? എനിക്ക് മാത്രമാണോന്ന് അറിയില്ല. പ്രഭുജി കേൾക്കുന്നുണ്ടല്ലേ? അപ്പൊ ബ്രേക്ക് ആവുന്നുണ്ട്. ബ്രേക്ക് ആവുന്നുണ്ടെന്നാ പറഞ്ഞ മാതാജി.
അതെ. ഹരേ കൃഷ്ണ. അപ്പൊ ഞാൻ വീഡിയോ ഒന്ന് ഓഫ് ചെയ്ത് നോക്കും. ഞാൻ ഓഫ് ചെയ്യാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. കേൾക്കുന്നുണ്ടോ? വൈബ്രേഷൻ ഉണ്ട് പ്രഭു. അല്ല പ്രഭുവിന്റെ ഇപ്പൊ വീഡിയോ ഓഫ് ആയപ്പോ കുറച്ച് ബെറ്റർ തോന്നുന്നു. ഒന്നും കൂടി Okay. പറഞ്ഞാൽ അറിയാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഓക്കെ ആണോ? കുറച്ച് ശരിയായിട്ടുണ്ട് അപ്പോഴത്തേക്കാട്ടിലും, എന്നാലും ഫുൾ ക്ലിയർ ആയിട്ടില്ല. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ലെറ്റ്സ് സീ. അപ്പൊ നമുക്ക് ഋഷിവര്യന്മാരുടെ സേജസ് ഒരുപാട് അവരോട് നമുക്ക് കടപ്പാടുണ്ട്. കാരണം വെച്ചാൽ അവർ കാരണമാണ് നമുക്ക് ഈ വിദ്യ, ഈ നോളജ്, ഈ ജ്ഞാനമെല്ലാം ലഭിച്ചത്. അപ്പോൾ അതിൽ സ്പെസിഫിക്കലി നമ്മളെ പ്രഭുപാദ വളരെ അധികം കടപ്പെട്ടിരിക്കുന്നു. കാരണം നമുക്ക് സംസ്കൃത് ലാംഗ്വേജ് അറിയില്ല. ഓക്കെ, ഈ വേദങ്ങളൊന്നും സംസ്കൃത് ലാംഗ്വേജിൽ പഠിച്ച് വായിച്ച് നമുക്കത് മനസ്സിലാക്കിയിട്ട് നമ്മുടെ ജീവിതത്തിൽ അത് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പൊ ഇതെല്ലാം നമ്മൾക്ക് അറിയുന്ന ഭാഷയിൽ, ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ്, മലയാളം, അങ്ങനെ ഒരുപാട് ഭാഷ, 80 ഭാഷയിൽ പരം ഇത് തർജ്ജമ ചെയ്ത് നമ്മുടെ ഭഗവത്ഗീത, ബാക്കി ഗ്രന്ഥങ്ങൾ ഒരുപാട് ലാംഗ്വേജിൽ തർജ്ജമ ചെയ്ത്. അപ്പൊ ഇതെല്ലാം നമുക്ക് വളരെ സരളമാക്കി തന്ന ആ പ്രഭുപാദ, വേർഡ് ടു വേർഡ് മീനിങ്, ട്രാൻസ്ലേഷൻ, പർപ്പോട്ട്. ആ പർപ്പോട്ട് എന്ന് പറഞ്ഞാൽ വളരെ വളരെ വിശദമായിട്ടുള്ള പർപ്പോട്ടുകൾ. അതിന്ന് പല ഗ്രന്ഥങ്ങളിൽ, വേദഗ്രന്ഥങ്ങളിൽ നിന്നും ഉള്ള കൊട്ടേഷൻസ്, ഇതെല്ലാം നമുക്ക് വളരെ സരളമാക്കി തന്ന ആ പ്രഭുപാദോട് നമ്മൾ എത്ര കടപ്പെട്ടിരിക്കുന്നു അല്ലേ? ഇതൊക്കെ നമുക്ക് ഒരു മനുഷ്യായുസിന് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇത്രയും ആൾക്കാർക്കും, അതായത് മെയിനായിട്ട് 5 കാറ്റഗറിയിലുള്ള ആൾക്കാർ നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. കാരണം നമ്മൾ ആരും ഇൻഡിപെൻഡൻ്റ് അല്ല, എല്ലാവരും ഡിപ്പെൻഡൻ്റ്. ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി നമ്മൾ മറ്റുള്ള ആൾക്കാരോടോ മറ്റുള്ള വസ്തുക്കളോടോ നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. ഇതൊന്നും നമ്മൾ തിരിച്ചടയ്ക്കാൻ പറ്റാത്ത വിധത്തിലുള്ള കടപ്പാടുകളാണ്. പക്ഷെ ഏതൊരു വ്യക്തിയാണോ, ഇവിടെ എന്താണ് പറയുന്നത്, ഏതൊരു വ്യക്തിയാണോ ഭഗവാനെ പൂർണ്ണമായിട്ടും ശരണം പ്രാപിച്ചിരിക്കുന്നത്, ഏതൊരു വ്യക്തിയാണോ ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് ജീവിക്കുന്നത്, അവർക്ക് ഇവരോട് യാതൊരു കടപ്പാടും, ഒരു ഡ്യൂട്ടി ഇല്ല. ഓക്കെ, കാരണം ഭഗവാനെ പൂർണ്ണമായിട്ടും ആശ്രയിച്ച് ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടി ചെയ്യുന്ന ആൾക്കാർക്ക് ഇവരോട് യാതൊരു കടപ്പാടുമില്ല. കാരണം ഭഗവാനിൽ ഇതെല്ലാം അടങ്ങിയിട്ടുണ്ട്. ഭഗവാനെ തൃപ്തിപ്പെടുത്തുകയാണെങ്കിൽ ഭഗവാന്റെ പാർട്ട് ആൻഡ് പാർസൽ, അതായത് ഭഗവാന്റെ അംശങ്ങളായുള്ളവരെല്ലാം തൃപ്തിപ്പെടും എന്നാണ് പറയുന്നത്. So a person who is fully Krishna conscious and is fully satisfied by his acts in Krishna consciousness no longer has any duty to perform. Due to his being Krishna conscious, all impiety within is instantly cleansed, an effect of many thousands of yajna performances. So, clear ആണോ? കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇതാണ് പലപ്പോഴും പ്രഭുപാദ ചെയ്യുന്നത്. അതായത് പൂർണ്ണമായിട്ടും കൃഷ്ണാവബോധത്തിലുള്ള ഒരു വ്യക്തിക്ക് പ്രത്യേകിച്ചിട്ട് ഈ ഞാൻ പറഞ്ഞ ഈ 5 കാറ്റഗറിയിലുള്ള ആൾക്കാരോട് പ്രത്യേകിച്ചിട്ടൊന്നും ചെയ്യാനില്ല, കടപ്പാടുകൾ തീർക്കേണ്ട ആവശ്യമില്ല. ഭഗവാനിൽ ഇവരെല്ലാം അടങ്ങിയിട്ടുണ്ട്. ഭഗവാനെ പ്രീതിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം ഭഗവാന്റെ പാർട്ട് ആൻഡ് പാർസലാണ്, ഭഗവാന്റെ ലിംസ് ആണ്. അപ്പൊ ഇവരും തൃപ്തിപ്പെടും. അല്ലാത്തവർക്ക് തീർച്ചയായിട്ടും ഇവരെല്ലാം നമ്മളുടെ കടപ്പാട് എങ്ങനെയെങ്കിലും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, എങ്ങനെ നമ്മൾ ഇവരെല്ലാം, ഇപ്പോൾ നമ്മളുടെ അച്ഛനും അമ്മയ്ക്കും നമ്മുടെ പൂർവികർക്ക് നമ്മൾ എങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുക? നമുക്ക് മുഴുവൻ കടപ്പാടൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളുടെ ഡെറ്റ്സ് അത്രയാണ്. നമുക്ക് പൂർണ്ണമായിട്ടും അവർ തരുന്നതിന് റീപേ ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്തെങ്കിലും അവർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മൾ ശ്രാദ്ധം ചെയ്യുക, ഫോർ എക്സാമ്പിൾ നമ്മുടെ പൂർവികർക്ക്. അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ അവര് ഏതൊരു പ്ലാറ്റ്ഫോമിലാണോ, ഏത് സ്റ്റേജിലാണോ
അപ്പൊ അതിൽ നിന്നും അവർക്ക് സ്പിരിച്വൽ അഡ്വാൻസ്മെന്റ് കിട്ടും. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അല്ലാണ്ട് വേറെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പൊ അവർ ഏത് സ്റ്റേജിലാണ് ആ സ്റ്റേജിൽ നിന്ന് ഉയരും. അപ്പൊ എപ്പോഴും അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. പൈസ ഇല്ലാത്തവർക്ക് നമുക്ക് പൈസ കൊടുക്കാം, അല്ലേ? ഒരാൾ നമ്മളെ സഹായിച്ചു നമുക്ക് ആവശ്യമുള്ള സമയത്ത്, അവർക്ക് ആവശ്യം വരുന്ന സമയത്ത് നമ്മൾ അവരെ സഹായിക്കുന്നു, പൈസ കൊടുത്തു. ഫിസിക്കലി ഒരാൾ നമ്മളെ സഹായിച്ചു, അവർക്ക് ആവശ്യം വരുന്ന സമയത്ത് നമ്മൾ അവരെ സഹായിക്കണം. ഇതെല്ലാം നമ്മളുടെ ഈ ജീവിതത്തിന്റെ പാർട്സ് ആൻഡ് പാർസലാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും, അല്ലെ, റെസിപ്രോക്കൽ ഡീലിങ്സ് ഉണ്ടായിരിക്കും. ഇതെല്ലാം നമുക്ക് ഇതൊന്നും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. പക്ഷേ ഏതൊരു വ്യക്തിയാണോ പൂർണ്ണമായിട്ടും ഭഗവാൻ കൃഷ്ണനെ ആശ്രയിക്കുന്ന, ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടി ശ്രമിക്കുന്ന, അവർക്ക് അങ്ങനെ പ്രത്യേകിച്ചൊരു കർത്തവ്യം നിറവേറ്റേണ്ടതില്ല എന്നാണ്. നോ ഡ്യൂട്ടി ടു പെർഫോം ഡ്യൂ ടു ഹിസ് ബീങ് കൃഷ്ണ കോൺഷ്യസ്. ഓൾ ഇംപൈറ്റി വിത്തിൻ ഈസ് ഇൻസ്റ്റന്റ്ലി ക്ലെൻസ്. അപ്പോൾ കൃഷ്ണാവബോധത്തിൽ വന്നതുകൊണ്ട് പൂർണ്ണമായിട്ടും അവരുടെ എല്ലാ ഇംപ്യൂരിറ്റീസും ഇമ്മീഡിയറ്റ്ലി അത് ശുദ്ധീകരിക്കപ്പെടുന്നു. ആൻഡ് എഫക്ട് ഓഫ് മെനി തൗസൻഡ്സ് ഓഫ് യജ്ഞാസ് ആൻഡ് പെർഫോമൻസ്. എന്തുകൊണ്ടാണ്? അപ്പൊ ഈ ജന്മത്തിൽ മാത്രമല്ല, ഒരുപാട് ജന്മങ്ങളായിട്ട് നമ്മൾ ചെയ്തു വരുന്ന ആ യജ്ഞങ്ങൾ കാരണം, സാക്രിഫൈസസ് കാരണം, അത് കാരണം നമുക്ക് അങ്ങനത്തെ ഒരു സ്റ്റേജിൽ എത്താൻ പറ്റി. അതുകൊണ്ട് നമുക്ക് യാതൊരു കടപ്പാടും ആരോടും ഇല്ല. ഭഗവാനെ പ്രാർത്ഥിച്ചാൽ, ഭഗവാന്റെ സേവനത്തിൽ അനുഷ്ഠാനം ചെയ്താൽ മാത്രം മതി എന്നുള്ളത്. By such clearing of consciousness, one becomes fully confident of his eternal position in relationship with the Supreme. His duty thus becomes self-illuminated by the grace of the Lord, and therefore he no longer has any obligations to the Vedic injunctions. അപ്പോ നമ്മുടെ വേദിക് ഇൻജങ്ഷൻസ് എല്ലാം എന്താണ്? നോ ലോങ്ങർ ഹസ് എനി ഒബ്ലിഗേഷൻസ് ടു വേദിക് ഇൻജങ്ഷൻസ്. വേദിക് ഇൻജങ്ഷൻ നമ്മൾ ഫോളോ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ വൈദി സാധന ഭക്തി, റെഗുലേറ്റഡ് പ്രാക്ടീസ് ഓഫ് വേദിക് ഇൻസ്ട്രക്ഷൻസ് അത് ചെയ്യണം. കാരണം നമ്മൾ ആ തലത്തിൽ എത്താത്തതുകൊണ്ട്. അപ്പോൾ വൈദി സാധന ഭക്തിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ട് നമ്മൾ പെർഫെക്ഷൻ സ്റ്റേജിലെത്തിയാൽ നമ്മൾ എവിടെ എത്തും? രാഗാനുഗ ഭക്തിയിലെത്തും. വൈദി സാധന ഭക്തി, ഭാവഭക്തി, പ്രേമഭക്തി, മെയിനായിട്ട് 3 കാറ്റഗറി. അപ്പൊ നമ്മൾ ആ തലത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റെഗുലേഷൻസിന്റെ ആവശ്യമില്ല. അല്ലെങ്കിൽ നമ്മളിപ്പോൾ രാവിലെ 3:30 മണിക്ക്, 4:30 മണിക്ക്, 5 മണിക്ക് നമ്മളൊരു സമയം തീരുമാനിക്കുന്നു, അപ്പോൾ എഴുന്നേൽക്കുന്നു. റെഗുലേറ്റഡ്. കുട്ടികളെ അതേപോലെ 4 മണിക്ക്, 5 മണിക്ക് അവർക്ക് പഠിക്കാനുണ്ട്. വിളിച്ചില്ലെങ്കിൽ അവർ എഴുന്നേൽക്കില്ല. നമ്മളും തന്നെ നമ്മൾ അലാം വയ്ക്കും, ആ സ്നൂസ് പ്രസ് ചെയ്യും, വീണ്ടും കിടക്കും. പിന്നെ 1 മണിക്കൂർ 2 മണിക്കൂർ കഴിഞ്ഞായിരിക്കും. കാണിച്ചാൽ മടി. കലികാലത്തിൽ എന്താണ് എല്ലാവർക്കും ഉള്ളതാണ്, ലേസിനെസ്, അല്ലേ? അപ്പോൾ നമ്മൾ റെഗുലേറ്റ് ചെയ്യണം നമ്മുടെ ലൈഫിൽ. ഒരു ഷെഡ്യൂൾ വേണം, ടൈം ഷെഡ്യൂൾ വേണം. ഇന്ന സമയത്ത് ഇന്നത് ചെയ്യണം. അല്ലാണ്ട് ആലസ്യമായിട്ട് കിടന്നാൽ കാര്യം നടക്കില്ല. അപ്പം നമ്മൾ റെഗുലേറ്റഡ് ആയിരുന്നു എല്ലാറ്റിനും. നമ്മുടെ വീട്ടുകാര്യങ്ങൾ ചെയ്യാൻ സമയം, പഠിക്കാൻ സമയം, ആധ്യാത്മിക കാര്യങ്ങൾ ചെയ്യാൻ സമയം, ജപിക്കാൻ സമയം, ഫാമിലിക്ക് സമയം, ഇതെല്ലാം നമ്മൾ ഒരു ദിവസത്തിൽ ഷെഡ്യൂൾ ചെയ്യണം. അല്ലാണ്ട് എപ്പോഴെങ്കിലും എന്തെങ്കിലും തോന്നിയതുപോലെ ചെയ്യല്ല. അപ്പോൾ നമ്മൾ ആ ഒരു റെഗുലേറ്റഡ് ലൈഫ് ശീലിച്ച് പിന്നെ ഓട്ടോമാറ്റിക്കലി ഇത് നമുക്ക് വരും. അങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ പിന്നെ ആരും നമ്മൾ നിർബന്ധിക്കേണ്ട ആവശ്യമില്ല. രാവിലെ ഒരു 4:30 മണിക്ക് എഴുന്നേറ്റ് പ്രാക്ടീസ് ചെയ്തൊരു വ്യക്തി ഓട്ടോമാറ്റിക്കലി ആ സമയത്ത് എഴുന്നേൽക്കും. പിന്നെ നമ്മളോട് പറയണ്ടേ 4:30 മണിക്ക് എഴുന്നേറ്റ് എന്താ ചെയ്യേണ്ടത്? നമ്മൾ ആ കൃത്യമായിട്ട് ചെയ്യും. പിന്നെ നമുക്ക് ആ റെഗുലേഷൻസിന്റെ മീതെയായി. വി ആർ എബോവ് റെഗുലേഷൻ. ഓട്ടോമാറ്റിക്കലി അത് വരും. അപ്പൊ ആ സ്റ്റേജാണ് രാഗാനുഗ ഭക്തി, സ്പോണ്ടേനിയസ് ഡിവോഷണൽ സർവീസ്. സ്പോണ്ടേനിയസ് ആണ്. നമുക്ക് അങ്ങനെ ഒരു ആളും നിർബന്ധിക്കേണ്ട ആവശ്യമില്ല. ഇത്ര മണിക്ക് ഇന്നത് ചെയ്യണം, ഇത്ര മണിക്ക് വേറെ വല്ലതും ചെയ്യണം, ഒന്നും ആവശ്യമില്ല. അപ്പൊ അത് സ്പോണ്ടേനിയസ് ആണ്. അപ്പോൾ ആ തലത്തിലേക്ക് എത്തിയ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഫുള്ളി കൃഷ്ണാവബോധത്തിലായിരിക്കും. അതാണ് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് വേദിക് ഇൻജങ്ഷൻസിന്റെ ആവശ്യമില്ല. ദേ ആർ ബിയോണ്ട്
the rules and regulations of the Vedic injunctions. So such a conscious, Krishna conscious person is no longer interested in material activities and no longer takes pleasure in material arrangements like wine, women, and similar infatuations. അപ്പൊ അങ്ങനത്തെ ഒരു വ്യക്തിക്ക് ഭൗതിക തലത്തിലുള്ള ഒരു കാര്യത്തിനോടും ആസക്തി ഉണ്ടാവില്ല. ഭൗതിക തലത്തില് എന്താണ് പ്രധാനപ്പെട്ട ആ ഒരു ആസ്വാദനം, ഭൗതിക തലത്തിൽ ആസ്വാദനം, വൈൻ, വിമൻ, മണി, അങ്ങനത്തെ കാര്യങ്ങൾ, അതിലൊന്നും യാതൊരു ആസ്വാദനം കാണിച്ചാൽ അതെല്ലാം വളരെ വളരെ ലോവർ ലെവലുള്ള ആസ്വാദനമാണെന്ന് നമുക്ക് മനസ്സിലാവും. ഭഗവാനോടുള്ള ബന്ധം നമ്മൾ പുനഃസ്ഥാപിക്കുമ്പോൾ, ഭഗവാന്റെ സേവനങ്ങളിൽ നമ്മൾ ഏർപ്പെടുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന രുചിയും ഇതും കൂടി കമ്പയർ ചെയ്യുമ്പോൾ ടു എൻഡ്സ് ഓഫ് എ പോൾ അല്ലേ, അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് പൂർണ്ണമായിട്ടും ഏതൊരു വ്യക്തിയാണോ കൃഷ്ണാവബോധത്തിലുള്ളത് അവർക്ക് ഒരു ഒബ്ലിഗേഷൻസും ഒരു കടപ്പാടും ആരോടും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. സോ ഹരേ കൃഷ്ണ. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഓർ കമന്റ്സ് ഉണ്ടോ ഇതില് ഈ ശ്ലോകത്തില്? ഹരേ കൃഷ്ണ പ്രഭു. വൈദിക സാധന ഭക്തി അത് ഡെയിലി പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് രാഗാനുഗ ഭക്തിയിൽ എത്തിച്ചേരാമല്ലേ? അത് നമ്മള് അതായത് നമ്മളുടെ പ്യൂരിഫിക്കേഷൻ അനുസരിച്ചിട്ട് കാണിച്ചാൽ അങ്ങനെ വൈദിക സാധന ഭക്തി ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള കാമക്രോധ ലോഭമോഹ മതമാശ്ചര്യമെല്ലാം നശിച്ച് നമുക്ക് ഭഗവാനോടുള്ള അറ്റാച്ച്മെന്റുമായ മാത്രമായിരിക്കും പ്രധാനപ്പെട്ട കാരണം. മറ്റതെല്ലാം വളരെ ലോവർ ലെവലുള്ള അത് നമ്മൾ മറക്കും, അതിന് യാതൊരു ഇമ്പോർട്ടൻസ് കൊടുക്കില്ല. അങ്ങനെ നമ്മൾ പൂർണ്ണമായിട്ട് ശുദ്ധീകരിക്കപ്പെടുമ്പോൾ നമ്മൾ ആ സ്റ്റേജിലേക്ക്, രാഗാനുഗ ഭക്തി സ്റ്റേജിലേക്ക് ഉയരും എന്നാണ് പറയുന്നത്. അതുവരെ നമ്മൾ വൈദിക സാധന ഭക്തി റെഗുലേറ്റഡ്. അപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല 10 കൊല്ലം കഴിഞ്ഞാൽ ഞാൻ രാഗാനുഗ ഭക്തനായി എന്ന് പറയാൻ പറ്റില്ല. 10 കൊല്ലം 10 ജന്മായാലും ശരി, അതിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഭൗതിക തലത്തിലുള്ള ആ ആസക്തി ഇല്ലാതിരിക്കണം. എന്താണ് ഭൗതിക തലത്തിൽ ആസക്തി എന്ന് പറഞ്ഞാൽ? അതായത് ഐ, മീ ആൻഡ് മൈ, അതാണ് ആസക്തി. ഇത് ഞാൻ, ഇത് എൻ്റേത്, ആ ഒരു ആസക്തി. അതായത് എൻ്റെ ഭാര്യ, ഭർത്താവ്, മക്കള്, ഓക്കെ, ഫ്രണ്ട്സ്, നേഷൻ, ഇതിനുള്ള ആസക്തി ഇല്ലേ? ആ പ്ലാറ്റ്ഫോമിലുള്ള ആൾക്കാർക്ക് ചെയ്തേ പറ്റും. അപ്പൊ നമ്മളിത് ചെയ്ത് 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 നമ്മൾ പ്യൂരിഫൈ ആവണം. ഭഗവത്ഗീത വായിച്ച് ഭാഗവതം വായിച്ച് ഭഗവാൻ ഭക്തന്മാരുടെ സംഘം ചെയ്ത് ധാമിലെല്ലാം വിസിറ്റ് ചെയ്ത് വലിയ വലിയ ആചാര്യന്മാരുടെ അനുഗ്രഹം മേടിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ ഇപ്പൊ എത്ര കൊല്ലം, ചില ആൾക്കാർ 2 കൊല്ലം, ചില ആൾക്കാർ 5 കൊല്ലം, ചില ആൾക്കാർ 10 കൊല്ലം, 20 കൊല്ലമായിട്ട് ഈ കൃഷ്ണാവബോധ പ്രസ്ഥാനത്തിൽ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ. അപ്പോൾ ഓരോരുത്തരുടെയും ഒരു 10 കൊല്ലം മുമ്പേ അല്ലെങ്കിൽ 5 കൊല്ലം മുമ്പേ നോക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയായിരുന്നു, നമ്മൾ ഇപ്പോഴെങ്ങനെ, അതിന്റെ പ്രോഗ്രസ് നോക്കിയാൽ തന്നെ നമുക്കറിയാം നമുക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് അല്ലേ. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് വളരെ സിൻസിയറായിട്ട് നമുക്ക് ഇതിൽ കമ്മിറ്റ്മെന്റോട് കൂടി നമ്മൾ ചെയ്യുകയാണെങ്കിൽ, പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ, ഈ ലൈഫിൽ തന്നെ നമുക്ക് പൂർണ്ണമായിട്ടും ആ ഒരു പ്യൂരിഫിക്കേഷൻ നടക്കും, പെർഫെക്റ്റ് ആവും. ഈ ലൈഫിൽ തന്നെ നമുക്ക് ഭഗവാന്റെ ധാമിലേക്ക് പോകാൻ പറ്റും. അപ്പൊ നമ്മളുടെ സിൻസിയറിറ്റിയുടെ അതനുസരിച്ചിരിക്കും. എത്രത്തോളം നമ്മൾ സിൻസിയർ ആണോ അതിനനുസരിച്ചിട്ട് നമുക്ക് ആ പ്രോഗ്രസ്സും ഉണ്ടായിരിക്കും. ഓക്കെ മാതാജി, വേറെ എന്തെങ്കിലും? ഓക്കെ, അടുത്ത 18. നൈവ തസ്യാകൃതേനാർത്ഥോ നാകൃതേനേഹ കശ്ചന ന ചാസ്യാ സർവഭൂതേഷു കശ്ചിത് അർത്ഥാവ്യപാശ്രയഃ. നൈവ തസ്യാകൃതേനാർത്ഥോ നാകൃതേനേഹ കശ്ചന ന ചാസ്യാ സർവഭൂതേഷു കശ്ചിത് അർത്ഥാവ്യപാശ്രയഃ. സരിത മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. നൈവ തസ്യ കൃതേനാർത്ഥോ നാകൃതേനേഹ കശ്ചന ന ചാസ്യ സർവഭൂതേഷു കശ്ചിദർത്ഥാവ്യപാശ്രയഃ. ഓക്കെ, പിന്നെ
പ്രിയ മാതാജി അതിന്റെ ട്രാൻസ്ലേഷൻ വായിക്കും. ഹരേ കൃഷ്ണ. ആത്മസാക്ഷാത്കാരം ലഭിച്ചവന് തനിക്ക് വിധിക്കപ്പെട്ട കർത്തവ്യം നിറവേറ്റുന്നത് കൊണ്ട് നേടാനായിട്ട് ഒന്നുമില്ല. അത് ചെയ്യാതിരിക്കാൻ ഒരു കാരണവുമില്ല. അവന് മറ്റൊരു ജീവിയെയും ആശ്രയിക്കേണ്ടതുമില്ല. ഹരേ കൃഷ്ണ. Very good. So a self-realized man has no purpose to fulfill in the discharge of his prescribed duties, nor has he any reason not to perform such work, nor has he any need to depend on any other living being. എന്നാണ് ഭഗവാൻ പറയുന്നത്? അതായത് ഈശ്വര സാക്ഷാത്കാരം നേടിയ ഒരു വ്യക്തിക്ക്, ഒരു ഭക്തന് തൻ്റെ പ്രിസ്ക്രൈബ് ഡ്യൂട്ടീസ് ചെയ്യാൻ യാതൊരു ഉദ്ദേശം, അവൻ്റെ ഒരു ലക്ഷ്യം അങ്ങനെ വരുന്നില്ല അവിടെ. എന്താണ് പ്രിസ്ക്രൈബ് ഡ്യൂട്ടീസ്? എന്താണ് നമ്മുടെ പ്രിസ്ക്രൈബ് ഡ്യൂട്ടി? എന്താണ് പ്രിസ്ക്രൈബ് ഡ്യൂട്ടീസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? മുമ്പേ പറഞ്ഞ കടപ്പാടുകളല്ലേ പ്രഭു? എന്താണ്? കടപ്പാട്, അഞ്ചു പേരോടുള്ള കടപ്പാട്. അല്ല, അതല്ല, അതുണ്ട്. അത് തീർച്ചയായിട്ടും നമ്മൾ ഒബ്ലിഗേഷൻസ്, നമുക്ക് ഓരോരുത്തർക്കും ഒരു ഡ്യൂട്ടീസ് ഉണ്ട്. ഓക്കെ, അപ്പൊ എന്താണ് പ്രിസ്ക്രൈബ് ഡ്യൂട്ടീസ് എന്ന് ഇവിടെ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? എന്താണ് ഉദ്ദേശിക്കുന്നത്? അത് നമ്മൾ ഓരോ പിന്നെ മദർ അങ്ങനെയൊക്കെയുള്ള ഡ്യൂട്ടി. എക്സാക്ട്ലി. ഒരു ഭാര്യയുടെ കർത്തവ്യം, ഓക്കെ, ഒരു ഭർത്താവിന്റെ കർത്തവ്യം, അച്ഛനമ്മയുടെ കർത്തവ്യം, കുട്ടികളുടെ കർത്തവ്യം, ഓക്കെ, ഒരു രാജ്യത്തിന്റെ കർത്തവ്യം, രാജാവിന്റെ കർത്തവ്യം, പ്രജകളുടെ കർത്തവ്യം, ഇതൊക്കെ ഡ്യൂട്ടിയാണ്. പിന്നെ ബ്രോഡ്ലി നമുക്ക് പറയാവുന്നത് വർണ്ണാശ്രമധർമ്മം. ഓക്കെ, നമ്മൾ ഓരോ വർണ്ണത്തിലാണ്. ആരൊക്കെ? ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര. ഇന്നത്തെ കാലത്ത് എല്ലാം മിക്സ്ഡ് ആണ്. പക്ഷെ എങ്കിലും നമ്മൾ ഏത് വർണ്ണത്തിലാണോ, നമ്മൾ ഏത് ഗുണത്തിലാണോ, അതനുസരിച്ച് നമുക്ക് ഓരോ കർത്തവ്യങ്ങളും മാറിക്കൊണ്ടിരിക്കും. ഒരു ബ്രാഹ്മണന്റെ കർത്തവ്യം ബ്രാഹ്മണൻ അത് ഫോളോ ചെയ്യണം. പിന്നെ ക്ഷത്രിയൻ, വൈശ്യൻ ആൻഡ് ശൂദ്രൻ. അതേപോലെ ബ്രഹ്മചര്യ, ഗൃഹസ്ഥ, വാനപ്രസ്ഥ, സന്യാസം. ഒരു സന്യാസിക്ക് ഒരാളോടും ഒരു ഒബ്ലിഗേഷനും ഇല്ല. കാരണം എന്താണ്? ഭഗവാനോടാണ് അയാൾക്ക് കൂടുതൽ ബന്ധം സന്യാസിക്ക്. മറ്റ് മെറ്റീരിയലി അയാളെല്ലാം ഡിറ്റാച്ച്ഡ് ആയി. ടോട്ടലി അദ്ദേഹം സന്യാസം എടുക്കുക എന്ന് പറയുന്നത് തന്നെ നമ്മൾ സോഷ്യലി നമ്മൾ എല്ലാ റെസ്പോൺസിബിലിറ്റീസ് വിട്ടു. ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഇല്ല. പറയുന്നത് ഒരു സന്യാസി പറഞ്ഞാൽ ഹീസ് സോഷ്യലി ഡെഡ്. അപ്പൊ ഒരാളോട് ഒരു കർത്തവ്യമുണ്ട്. അങ്ങനത്തെ സന്യാസി ആയിരിക്കണം കേട്ടോ. കപട സന്യാസി കാര്യമല്ല പറയണേന്. ടോട്ടലി റിനൻസിയന്റ്. അദ്ദേഹത്തിനോട് അദ്ദേഹത്തിന് ഭഗവാന് മാത്രമേ അവർ രണ്ടും തമ്മിലുള്ള ഒരൊറ്റേ ഉള്ളൂ. അപ്പൊ അതേപോലെ അങ്ങനത്തെ ഒരു സെൽഫ് റിയലൈസ് ആളുടെ, ഒരു ശുദ്ധ ഭക്തന്റെ കാര്യമാണ് പറയുന്നത്. എ സെൽഫ് റിയലൈസ് മാൻ ഹാസ് നോ പർപ്പസ് ടു ഫുൾഫിൽ ഇൻ ദ ഡിസ്ചാർജ് ഓഫ് ഹിസ് പ്രിസ്ക്രൈബ്ഡ് ഡ്യൂട്ടീസ്, നോർ ആസ് ഹി എനി റീസൺ നോട്ട് ടു പെർഫോം സച്ച് വർക്ക്. അപ്പോ അതും പറയുന്നത് നോർ ആസ് ഹി എനി റീസൺ, ഒരു കാരണവുമില്ല അങ്ങനെ ചെയ്യാതിരിക്കുന്നതിന്. അദ്ദേഹം അപ്പോഴും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും, അതായത് മിണ്ടാതിരിക്കുന്നില്ല. ഒരു സന്യാസം എടുത്തു പറഞ്ഞിട്ട് ഞാൻ മിണ്ടാണ്ടിരിക്കുകയല്ല. അദ്ദേഹം അപ്പോഴും ജീവിക്കുമ്പോൾ എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ ഈ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു. യാതൊരു കടപ്പാടും ഇല്ലെങ്കിലും കൂടിയും അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം സ്റ്റോപ്പ് ചെയ്യുന്നില്ല. നോർ ഹാസ് ഹി എനി നീഡ് ടു ഡിപ്പെൻഡ് ഓൺ എനി അതർ ലിവിങ് ബീങ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം, അതേ സമയത്ത് തന്നെ അവർ മറ്റുള്ള ജീവജാലങ്ങളെ എന്താണ് പറയുക, ആശ്രയിച്ചിട്ടല്ല ജീവിക്കുന്നത്. അവർക്കില്ല. നമ്മളെല്ലാവരും ആശ്രയിക്കുന്നുണ്ട്. ഇത് ഭഗവാനെ മാത്രമേ ആശ്രയിക്കുന്നുള്ളൂ. അദ്ദേഹം വ്യത്യാസം മനസ്സിലാക്കിയത്. നമ്മളും ഒരു ശുദ്ധ ഭക്തനും തമ്മിലുള്ള വ്യത്യാസം, നമുക്ക് ഒരുപാട് ഒബ്ലിഗേഷൻസ് ഉണ്ട്. അദ്ദേഹത്തിന് ഓരോ ഒബ്ലിഗേഷൻസ് ഇല്ല. പക്ഷെ എങ്കിലും അദ്ദേഹം ഒളിച്ചോടുന്നില്ല തന്റെ കർമ്മങ്ങൾ വെച്ചാൽ അദ്ദേഹം ചെയ്യേണ്ട കാര്യം അപ്പോഴും ചെയ്തുകൊണ്ടിരിക്കും. അതേസമയത്തിന് അദ്ദേഹം ഒരാളെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ഭഗവാനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ ഞാൻ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഇപ്പൊ എനിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു, ഓക്കെ, ഫിനാൻഷ്യൽ പ്രോബ്ലം വന്നു, റിലേഷൻ പ്രോബ്ലം വന്നു,
ചിൽഡ്രൻ പ്രോബ്ലം വന്നു, വേറെ എന്തെങ്കിലും പ്രോബ്ലം, ഞാൻ ആരെ ഡിപ്പെൻഡ് ചെയ്യാം? എന്റെ സൗണ്ട് റിലേറ്റീവ്സ്. ക്ലിയർ ഇല്ല. ഹരേ കൃഷ്ണ, സൗണ്ട് ക്ലിയർ ഇല്ല. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ രാമ രാമ. അപ്പൊ ശരിയാണോ? അതുപോലെ തന്നെ. വീണ്ടും നമുക്ക് എന്ത് പറ്റിയെന്നറിയില്ല. എല്ലാവരും വീഡിയോ ഓഫ് ചെയ്തോളൂ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. കേൾക്കുന്നുണ്ടോ? അപ്പോഴത്തേക്കാട്ടിലും ബെറ്റർ ആയി. ഓക്കെ ഓക്കെ സാർ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, എനിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഞാൻ ആരാണ് ആദ്യം ഷെൽട്ടർ എടുക്കുക? എൻ്റെ പണമാണെങ്കിൽ എൻ്റെ ബാങ്ക് ബാലൻസിന്, അല്ലെ, എൻ്റെ സമ്പാദ്യത്തിന്, പിന്നെ എൻ്റെ ബന്ധുക്കളെ, എൻ്റെ മിത്രങ്ങളെ, എൻ്റെ ഇൻഫ്ലുവൻസിനെ, അങ്ങനെ ഒരിക്കലും ഞാൻ ഒരിക്കലും ഡയറക്ട്ലി ഭഗവാന്റെ അടുത്തിട്ട് ശരണം പ്രാപിക്കില്ല. നേരെ മറിച്ച് ഒരു ഡിവോട്ടി എന്ന് പറഞ്ഞാൽ, ശുദ്ധഭക്തൻ എന്ന് പറഞ്ഞാൽ അവർക്ക് അങ്ങനെ യാതൊന്നുമില്ല, ഭഗവാൻ തന്നെ. അതായത് എന്ത് വന്നാലും ശരി ഭഗവാന്റെ കൃപ. നമ്മൾ ആ തലത്തിലേക്ക് എത്തിയിട്ടില്ല. എന്ത് വന്നാലും ഭഗവാന്റെ കൃപ പറഞ്ഞിട്ട് നമ്മൾ ഉണ്ടായിരിക്കും. അപ്പൊ അതാണ് നമ്മളും ഒരു ശുദ്ധഭക്തനും തമ്മിലുള്ള വ്യത്യാസം. സോ നോർ ഹാസ് ഹി എനി നീഡ് ടു ഡിപ്പെൻഡ് ഓൺ എനി അതർ ലിവിങ് എൻറ്റി. അപ്പൊ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഉടനെ അദ്ദേഹം ആരെ? ഭഗവാനെ ആശ്രയിക്കും. നമ്മൾ നമ്മളുടെ ധനത്തെ ആശ്രയിക്കും, നമ്മുടെ ആൾക്കാരെ ആശ്രയിക്കും, നമ്മളുടെ സൊസൈറ്റിയിലുള്ള ആ ഒരു പദവി, ഇൻഫ്ലുവൻസ്, ഇതിനൊക്കെ ആശ്രയിച്ച് നമ്മൾ ജീവിക്കും. അപ്പോഴും നമ്മൾ ഭഗവാനെ ആശ്രയിക്കില്ല. അത് ലാസ്റ്റ് ഒരു നിവൃത്തിയില്ലെങ്കിൽ അപ്പൊ അവസാനം ലാസ്റ്റ് റിസോർട്ടായിട്ട് വെക്കാം. So a self-realized man is no longer obliged to perform any prescribed duty, save and accept activities in Krishna consciousness. അപ്പൊ അദ്ദേഹത്തിന് കൃഷ്ണ കോൺഷ്യസ്നസ് ആക്ടിവിറ്റീസ് മാത്രമേ ചെയ്യേണ്ടതായിട്ടുള്ളൂ. കൃഷ്ണ കോൺഷ്യസ്നസ് ഈസ് നോട്ട് ഇനാക്ടിവിറ്റി ഇതർ. അപ്പൊ കൃഷ്ണ കോൺഷ്യസ്നസ് പറഞ്ഞാൽ അത് ഇനാക്ടിവിറ്റി അല്ല, ഒന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതല്ല. ചില ആൾക്കാർ വിചാരിക്കും, ഓക്കെ, ഈ ഭക്തന്മാർക്ക് ഒരു ജോലിയില്ല, ജപിച്ച് മാത്രം നടന്നാൽ മതി. വളരെ സാധാരണ ഒരു ഫുൾ ടൈം ഡിവോട്ടി, അതായത് ഇസ്കോൺ ടെമ്പിളിലൊക്കെ ജോലിയാണ്, സേവനം ചെയ്യുന്ന ഡിവോട്ടീസ് രാവിലെ 3:30 മണിക്കൊക്കെ എഴുന്നേറ്റ് രാത്രി 10 മണിക്കൊക്കെ രാവിലെ വീണ്ടും 3 മണിക്ക് എഴുന്നേക്കും. അത്രയും സേവകളാണ് ചെയ്യുന്നത്. അപ്പൊ അവര് ഇനാക്റ്റീവ് അല്ല. കൃഷ്ണ കോൺഷ്യസ്നസ് ഈസ് നോട്ട് ഇനാക്ടിവിറ്റി either, as will be explained in the following verses. A Krishna conscious man does not take shelter of any person, man or demigod. Okay, അത് പ്രത്യേകിച്ച് ഇതിന്റെ man or demigod. Okay, നമ്മളിൽ മിക്ക ആൾക്കാരും ഇപ്പോഴും ഇത്രയൊക്കെ അറിഞ്ഞിട്ടും നമുക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ നമ്മൾ എവിടെ പോകും? ആ ക്ഷേത്രത്തിൽ പോകും, ഈ ക്ഷേത്രത്തിൽ പോകും, ഹനുമാന്റെ കോവിലില്, ഗണപതി, ദേവി, ശിവൻ, പറഞ്ഞില്ലേ, ഇനി ഇല്ലാത്തൊന്നുമില്ല, എല്ലാ ദിക്കിലും ചെന്നിട്ട് നമ്മളെ പ്രശ്നങ്ങൾ പറയും. പക്ഷേ ഒരു കൃഷ്ണ കോൺഷ്യസ് ഡിവോട്ടി എന്താണ്? എവിടെയും പോയില്ല, ഒരാളെയും ഡിപ്പെൻഡ് ചെയ്യില്ല, ഒരു അന്യ ദേവി ദേവതമാരെയും ഡിപ്പെൻഡ് ചെയ്യില്ല, ഭഗവാനെ മാത്രം. അനന്യശ്ചിന്തയന്തോ മാം യേ ജനാ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനം യോഗക്ഷേമം മഹാമ്യോ. ഭഗവാൻ നമുക്ക് ഒരു ഗ്യാരണ്ടി തന്നിരിക്കുകയാണ്, ഒരു പ്രോമിസ് തന്നിരിക്കുകയാണ്. അനന്യചിന്ത, വേറൊരു ചിന്തയില്ല, ഭഗവാനെ മാത്രം. സിംഗിൾ പോയിന്റഡ് അറ്റൻഷൻ, സിംഗിൾ പോയിന്റഡ് ഡിവോഷൻ, വൺ പോയിന്റഡ് ഡിവോഷൻ. അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ എന്താണ്? യോഗക്ഷേമം മഹാമ്യം. നമ്മളുടെ എല്ലാ ക്ഷേമത്തിനും ഭഗവാൻ തന്നെ കാത്തു സൂക്ഷിച്ചു കൊള്ളും. അല്ല, നമ്മൾ അവിടെയും ഇവിടെയും പോവുകയാണെങ്കിൽ, അവിടെയും പോയിട്ട് ആശ്രയിക്കുകയാണ്, എവിടെയും പോയിട്ട് ആശ്രയിക്കുകയാണ്, നമുക്കൊരു സ്ഥിരത ഇല്ലെങ്കിൽ ഭഗവാൻ എന്ത് ചെയ്യും? ഓക്കെ, നമ്മളുടെ ഫേറ്റിന്, നമ്മളുടെ ഡെസ്റ്റിനിക്ക് വിട്ടുകൊടുക്കും. നമ്മളുടെ കർമ്മഫലത്തിന്റെ അനുസരിച്ചിട്ടുള്ള ആ ഒരു വിധി ഉണ്ടല്ലോ, അതിന് ഭഗവാൻ വിട്ടുകൊടുക്കും. ഓക്കെ, നിങ്ങൾക്ക് അവിടെ പോയിട്ടാണോ സമാധാനം കിട്ടുന്നെങ്കിൽ ഓക്കെ, തഥാസ്തു. ഇവിടെ പോയിട്ടാണോ സമാധാനം കിട്ടുന്നെങ്കിൽ തഥാസ്തു. അതിലും ഭഗവാൻ തന്നെയാണ് നമ്മളുടെ മനസ്സിനെ ഫിക്സ് ചെയ്യുന്നത്, നമ്മളുടെ ആഗ്രഹം കാരണം. അപ്പോ ഒരു കൃഷ്ണ കോൺഷ്യസ് ഡിവോട്ടി ഒരാളെയും ആശ്രയിക്കില്ല, ഒരു ദേവതമാരെയും ആശ്രയിക്കില്ല. വാട്ട് എവർ ഹി
thus in Krishna consciousness is sufficient in the discharge of his obligation. അപ്പൊ എന്താണോ നമ്മൾ കൃഷ്ണാവബോധത്തിൽ ചെയ്യുന്നത്, എന്ത് കർത്തവ്യമാണ് നമ്മൾ നിർവഹിക്കുന്നത്, അത് മതി നമ്മളുടെ എല്ലാ കടപ്പാടുകളെയും നമുക്ക് പൂർത്തീകരിക്കാൻ. അല്ലാണ്ട് സെപ്പറേറ്റ് ആയിട്ട് വേറെ ഒരു കടപ്പാടുകളും നമുക്കില്ല എന്നാണ് പറയുന്നത്. ക്ലിയർ ആണോ? എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? കേൾക്കുന്നില്ലേ ഇപ്പോ? ഇപ്പം കേൾക്കാം പ്രഭു. എന്തെങ്കിലും കമന്റ്സോ സംശയങ്ങളുണ്ടോ അതില്? ഇല്ല പ്രഭു. ഓക്കെ. അപ്പൊ ഭഗവാൻ അതാണ് ഭഗവത്ഗീതയിലെ അവസാനത്തെ ചാപ്റ്ററിൽ പറയുന്നത്, സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാം സർവ പാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച. എല്ലാ ധർമ്മങ്ങളും സാമാന്യ ധർമ്മങ്ങൾ, ഭഗവാന്റെ ധർമ്മം, ഭഗവാന് പൂർണ്ണമായിട്ടും ശരണം പ്രാപിച്ച സാമാന്യ ധർമ്മങ്ങൾ ഓട്ടോമാറ്റിക്കലി അതിൽ കൂടി, അതിന് നമുക്ക് ഒരു സ്പെസിഫിക്കലി ഒരു എംഫസൈസ്, ഒരു എൻഡെവർ ചെയ്യേണ്ട ആവശ്യമില്ല. അതെല്ലാം ഇതിൽ അടങ്ങിയതാണ്. ഭഗവാനെ മാത്രം നമ്മൾ ശരണം പ്രാപിക്കുകയാണെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ചെയ്യേണ്ട പതിധർമ്മം, പത്നിധർമ്മം, പ്രജാധർമ്മം, രാജധർമ്മം, കുലധർമ്മം, ഇതെല്ലാം നമ്മൾ ഓട്ടോമാറ്റിക്കലി ചെയ്യും. ഇൻക്ലൂഡ് അതായത് ഭഗവാന്റെ ആ സേവനം എന്ന് പറഞ്ഞാൽ, കൃഷ്ണാവബോധം എന്ന് പറഞ്ഞാൽ ഓൾ ഇൻക്ലൂസീവ് ആണ്. നമ്മൾ ഒരു ജീവജാലങ്ങളെയും ശല്യപ്പെടുത്തില്ല, ഒരു ജീവജാലങ്ങളെയും. കാരണം നമുക്കറിയാം എല്ലാം ഭഗവാന്റെ പാർട്ട് ആൻഡ് പാഴ്സലാണ്. നമുക്ക് അതിന് അധികാരമില്ല, സഹായിക്കാൻ മാത്രമേ ഉള്ളൂ. എന്താണ് ഭാഗവതം പറയുന്നത്? പരോപകാരാർത്ഥം ഇതം ശരീരം. നമ്മളുടെ ശരീരം പരോപകാരം ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടല്ല. അപ്പൊ നമുക്ക് എന്തെല്ലാം ഉപകാരം ചെയ്യാൻ പറ്റുമോ മറ്റുള്ളവർക്ക്, അത് ചെയ്യാം, അല്ലാണ്ട് അവരെ ശല്യപ്പെടുത്തല്ല ചെയ്യാം. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. So text 19. തസ്മാദ് അസക്ത സതതം കാര്യം കർമ്മ സമാചര അസക്തോ ഹി ആചരം കർമ്മ പരമാപ്നോതി പൂരുഷ. തസ്മാദ് അസക്ത സതതം കാര്യം കർമ്മ സമാചര അസക്തോ ഹി ആചരം കർമ്മ പരമാപ്നോതി പൂരുഷ. ഓക്കെ, ഗീത മാതാജി. ഹരേ കൃഷ്ണ. തസ്മാദസക്ത സതതം കാര്യം കർമ്മ സമാചര അസക്തോ ഹ്യാചരൻ കർമ്മ പരമാപ്നോതി പൂരുഷ. വിനോദിനി മാതാജി ട്രാൻസ്ലേഷൻ വായിക്കും. ഹരേ കൃഷ്ണ. അതുകൊണ്ട് കർമ്മഫലകാംക്ഷ കൂടാതെ കടമയെന്ന നിലയ്ക്ക് കർത്തവ്യം നിർവഹിക്കുക. നിഷ്കാമ പ്രവർത്തനം ഭക്തനെ പരമപദത്തിലെത്തിക്കും. ഹരേ കൃഷ്ണ. Therefore, without being attached to the fruits of activities, one should act as a matter of duty, for by working without attachment, one attains the supreme. എന്നാണ് ഭഗവാൻ അർജുനോട് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ കർത്തവ്യങ്ങൾ നിർവഹിക്കണം. എങ്ങനെ? അതിൻ്റെ ഫലം ഇച്ഛിക്കാതെ, അതിനോട് ആസക്തി ഇല്ലാണ്ട്. ഓക്കെ, നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും അതിൻ്റെ ഫലേച്ഛയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും ചെയ്തത്. അത് ഇച്ഛിക്കാതെ നമ്മൾ കർത്തവ്യം ചെയ്യണം, നമ്മൾ കർമ്മം ചെയ്യണം. വിത്തൗട്ട് ബീങ് അറ്റാച്ച്ഡ് ടു ദ ഫ്രൂട്ട്സ് ഓഫ് ആക്ടിവിറ്റീസ്, വൺ ഷുഡ് ആക്ട് ആസ് എ മാറ്റർ ഓഫ് ഡ്യൂട്ടി. അത് നമ്മളുടെ ഡ്യൂട്ടിയാണ്, റെസ്പോൺസിബിലിറ്റിയാണ്, കർത്തവ്യമാണ്. അത് നമ്മൾ ചെയ്യണം. അത് ഫലം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ശരി. നമ്മൾ അതിൻ്റെ അർത്ഥം നമ്മൾ ജോലി ചെയ്യുമ്പോൾ ശമ്പളം മേടിക്കേണ്ടെന്നല്ല, അതല്ല ഇവിടെ പറയുന്നത്. സോ വൺ ഷുഡ് ആക്ട് ആസ് എ മാറ്റർ ഓഫ് ഡ്യൂട്ടി. നമ്മൾ ഇപ്പോൾ കുട്ടികളെ നമ്മൾ വളർത്തിയിട്ടുണ്ട്, നമ്മളെന്താ അവർ വലുതായ നമ്മൾ രക്ഷിക്കും, നമ്മൾക്ക് സംരക്ഷണം തരും വിചാരിച്ചാണ് നമ്മൾ കുട്ടികളെ വളർത്തി വരുന്നത്? അല്ല, നമ്മുടെ കടമയാണ്, നമ്മുടെ ഡ്യൂട്ടിയാണത്. ആസ് എ ഫാദർ, ആസ് എ മദർ, നമ്മളുടെ അത് കർത്തവ്യമാണ്. ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല, അങ്ങനെ നമ്മുടെ ഡ്യൂട്ടി ചെയ്യാം എല്ലാ കാര്യത്തിലും. സോ ബൈ വർക്കിംഗ് വിത്തൗട്ട് അറ്റാച്ച്മെന്റ്, അങ്ങനെ ആസക്തി ഇല്ലാതെ നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ എന്താണ്? വൺ അറ്റൈൻസ് ദി സുപ്രീം. അങ്ങനെ നമുക്ക് ഭഗവാനെ പ്രാപിക്കാൻ
സാധിക്കും എന്നാണ് പറയുന്നത്. The Supreme Personality of Godhead. The Supreme is the personality of Godhead for the devotees and liberation for the impersonalist. അപ്പോൾ ഒരു ഭക്തന്മാരെ സംബന്ധിച്ചോളം അതായത് സുപ്രീം അബ്സല്യൂട്ട് ട്രൂത്ത് പറഞ്ഞാൽ പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ആണ്, ഭഗവാനാണ്. ഓക്കെ, ഒരു മായാവതിയെ സംബന്ധിച്ചോളം ലിബറേഷൻ. ഓക്കെ, അവർക്ക് എന്താ മുക്തിയാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭുക്തി, മുക്തി, ഭക്തി. ഭുക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? സെൻസ് എൻജോയ്മെന്റ്, നമ്മുടെ ഇന്ദ്രിയ ഭോഗങ്ങൾ ചെയ്യാം. ഇന്ദ്രിയ ഭോഗം ചെയ്താൽ എന്താണ്? നമുക്ക് ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്താൻ പറ്റും, ഇന്ദ്രിയ ആസ്വാദനം. പിന്നെ മുക്തി, അതെന്നെല്ലാം വിരമിച്ച് ഈ ഭൗതിക ലോകത്തില് സുഖദുഃഖത്തില് ജീവിക്കുന്നതിനേക്കാളും ഭേദം. സുഖദുഃഖം എന്ന് പറയാൻ പറ്റില്ല, ദുഃഖം മാത്രമേ ഉള്ളൂ. ഫുൾ ഓഫ് മിസറീസ് എന്നാണ് പറയുന്നത്. ദുഃഖാലയം അശാശ്വതം എന്നാണ് പറയുന്നത്. ജന്മ മൃത്യു ജരാവ്യാധി ദുഃഖ ദോഷ അനുദർശനം. ഈ ഭൗതിക സാഗരം, ഈ ഭവസാഗരം എന്താണ്? എ വേൾഡ് ഫുൾ ഓഫ് മിസറീസ്. അപ്പൊ അതിൽ നിന്ന് മുക്തി നേടാൻ വേണ്ടിയിട്ടാണ് ജ്ഞാനികള് അല്ലെങ്കിൽ ഇമ്പേഴ്സണലിസ്റ്റ് ആഗ്രഹിക്കുന്നത്. അപ്പൊ അവരുടെ ലക്ഷ്യം മുക്തിയാണ്, ലിബറേഷൻ. മറ്റേ ഭുക്തി എന്ന് പറഞ്ഞാൽ സെൻസ് എൻജോയ്മെന്റ്, മുക്തി പറഞ്ഞാൽ ലിബറേഷൻ. ആൻഡ് ഭക്തി എന്ന് പറഞ്ഞാൽ ഭഗവാനെ സേവിക്കുക. സോ ഏതാണ് ടോപ്പ് മോസ്റ്റ്? ഭക്തി. ഭക്തി. ഓക്കെ, അവിടെ നമ്മൾ ഭഗവാനായിട്ട് ഇടപഴകുക ചെയ്യുന്നത്, ഭഗവാനെ സേവിച്ച് നമ്മൾ ആനന്ദത്തിൽ ആരാധന ചെയ്യുന്നത്. മുക്തിയിൽ എന്താണ്? ശാന്തി, സമാധാനം, കുറച്ച് സന്തോഷം ഉണ്ടായിരിക്കും, പക്ഷെ അവിടെ ആക്ടിവിറ്റി ഇല്ല. ഇവിടെ ആക്ടിവിറ്റി ഉണ്ട്, ഇവിടെ നമ്മുടെ ആനന്ദം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. So a person therefore acting for Krishna or in Krishna consciousness under proper guidance and without attachment to the result of work is certainly making progress towards the supreme goal of life. എന്താണ് പറയുന്നത്? അപ്പൊ ഏതൊരു വ്യക്തിയാണോ കൃഷ്ണാവബോധത്തില്, അതായത് ശരിക്കുള്ള ഗൈഡൻസും കൂടി മാറ്റണം. നമ്മളുടെ നമുക്ക് ഇതൊന്നും മനസ്സിലാക്കാനുള്ള കഴിവില്ല. അപ്പോ ഫോർ എക്സാമ്പിൾ, നമുക്ക് എല്ലാ അറിവൊന്നുമില്ല. നമ്മൾ ബസ്സിൽ ട്രാവൽ ചെയ്യുന്നു, കാറിൽ ട്രാവൽ ചെയ്യുന്നു, പ്ലെയിനിൽ ട്രാവൽ ചെയ്യുന്നു. ഓക്കെ, നമ്മുടെ പാസഞ്ചറാണ്. നമ്മൾ പൈലറ്റ് ഒന്നുമല്ല, ഡ്രൈവറൊന്നും അല്ലേനും. അപ്പൊ നമ്മള് ഒരു പ്രോപ്പർ ഗൈഡൻസിലാണ് ഈ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിപ്പെടുന്നത്. അവരാണ് നമ്മൾ ഗൈഡ് ചെയ്യുന്നത്, നേവിഗേറ്റ് ചെയ്യുന്നത്, അല്ലേ? അതേപോലെ ആധ്യാത്മിക ജീവിതത്തിലും നമുക്കൊരു നേവിഗേറ്റർ വേണം, പ്രോപ്പർ ഗൈഡ് വേണം. ആ പ്രോപ്പർ ഗൈഡാണ് ഗുരു. ആൻഡ് അപ്പോൾ നമ്മള് കൃഷ്ണാവബോധത്തിലെ ഒരു ഗുരുവിന്റെ ഗൈഡൻസില് യാതൊരു അറ്റാച്ച്മെന്റ്, ആസക്തി ഇല്ലാതെ, യാതൊരു ഫലയിച്ച ഇല്ലാതെ നമ്മൾ കർമ്മം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ പരമലക്ഷ്യത്തിൽ നമ്മൾ എത്തും എന്നാണ് പറയുന്നത്. Arjuna is told that he should fight in the battle of Kurukshetra for the interest of Krishna because Krishna wanted him to fight. അപ്പൊ അർജുനോട് ഭഗവാൻ കൃഷ്ണൻ നിർദ്ദേശിക്കുന്ന എന്താണ്? തൻ്റെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ടല്ല യുദ്ധം ചെയ്യേണ്ടത്, നേരെ മറിച്ച് എൻ്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ്. ഫോർ ദ ഇൻട്രസ്റ്റ് ഓഫ് കൃഷ്ണ, ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് ഭഗവാൻ അർജുനോട് പറഞ്ഞത്. പക്ഷേ ഇനീഷ്യലി തുടക്കത്തില് അർജുനൻ എന്താണ്? സ്വന്തം തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് ഈ മുടന്ത ന്യായങ്ങളൊക്കെ പറഞ്ഞ് യുദ്ധത്തിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിച്ചത്, അല്ലേ? അപ്പൊ അതിൽ നിന്നും ആ ഒരു തലത്തിൽ നിന്നും ഉയർന്ന തലത്തിലേക്ക് ഭഗവാൻ ഈ ഭഗവത്ഗീത ഉപദേശിച്ച് അർജുനെ കൊണ്ടുവരാണ് ചെയ്യുന്നത്. ടു ബി എ ഗുഡ് മാൻ ഓർ എ നോൺ വയലന്റ് മാൻ ഈസ് എ പേഴ്സണൽ അറ്റാച്ച്മെന്റ്. ഓക്കെ, അപ്പൊ നമ്മൾ യുദ്ധം ചെയ്യില്ല എന്ന് പറയുന്നതും വേറെ തരത്തിലുള്ള അറ്റാച്ച്മെന്റ് ആണ്. To be a good man or non-violent man is a personal attachment. അതും personal attachment ആണ്. But to act on behalf of the Supreme is to act without attachment for the result. അപ്പൊ ഭഗവാന്റെ ആഗ്രഹപ്രകാരം നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ, കർമ്മം ചെയ്യുകയാണെങ്കിൽ, വിത്തൗട്ട് അറ്റാച്ച്മെന്റ് ടു ദ റിസൾട്ട്, അതായത് അതിൻ്റെ ഫലത്തിന് യാതൊരു ആസക്തി ഇല്ലാണ്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതാണ് ശരിക്കുള്ള നമ്മളുടെ കർത്തവ്യം. അല്ലാണ്ട് നമ്മുടെ ഇന്ദ്രിയതൃപ്തിക്ക് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യുക അല്ലെങ്കിൽ യുദ്ധം ചെയ്യാതിരിക്കുക, അതല്ല ചെയ്യേണ്ടത്. നേരെ മറിച്ച് ഋഷികേശ സേവനം ഭക്തി ഉച്യത എന്നാണ് പറയുന്നത്. ഋഷികേശ പറഞ്ഞാൽ ഋഷികേശൻ ആരാണ്?
മാസ്റ്റർ ഓഫ് ദ സെൻസസ് ഭഗവാൻ. ഋഷിക എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് മാസ്റ്റർ ഓഫ് ദ സെൻസസിനെ നമ്മൾ തൃപ്തിപ്പെടുത്തുക. കാരണം നമ്മുടെ ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്താനല്ല നമ്മൾ അത് ചെയ്യേണ്ടത്. യാതൊരു ഫലം ഇച്ഛിക്കാതെ അങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നമ്മളുടെ ആധ്യാത്മിക ലോകത്തിലേക്ക് പോകാനുള്ള ആ സാഹചര്യം ഭഗവാൻ ഒരുക്കി തരും. ദാറ്റ് ഈസ് പെർഫെക്റ്റ് ആക്ഷൻ ഓഫ് ദ ഹയസ്റ്റ് ഡിഗ്രി. അതാണ് പെർഫെക്റ്റ് ആക്ഷൻ ഓഫ് ദ ഹയസ്റ്റ് ലെവൽ ഓർ ഡിഗ്രി റെക്കമെൻഡഡ് ബൈ ദ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ശ്രീകൃഷ്ണ. ഇതാണ് ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്നത്. ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞു തരുന്നത്. അർജുനനെ ഒരു നിമിത്തം മാത്രം, ഒരു ഉപകരണമായിട്ട്, ഒരു ഇൻസ്ട്രുമെന്റ് മാത്രമായിട്ടാണ് അവിടെ ഭഗവാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഭഗവാന്റെ ഒരു പാർഷദാണ്, നിത്യ പാർഷദാണ് അർജുൻ. നിത്യ പാർഷദ് എന്ന് പറഞ്ഞാൽ എറ്റേണൽ അസോസിയേറ്റ് ആണ്. അർജുനന് ഇതെല്ലാം അറിയാം. പക്ഷെ അർജുനനെ ആ ഒരു യോഗമായ കടനിട്ട് മറവി കൊടുത്തിട്ട് ഇങ്ങനെ നമ്മളുടെ ചോദ്യങ്ങളെ ചോദിക്കുകയാണ് അർജുനൻ നമുക്ക് വേണ്ടിയിട്ട്. ഭഗവാൻ തന്നെ ഒരു മറ ഇട്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മളുടെ ചോദ്യങ്ങൾ അർജുനൻ മുഖേന, അർജുനനെ ഉപകരണമാക്കിയിട്ട് അർജുനൻ നമുക്ക് വേണ്ടി ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം ഇത്. സോ ദിസ് ഈസ് ദ പെർഫെക്റ്റ് ആക്ഷൻ ഓഫ് ദ ഹയസ്റ്റ് ഡിഗ്രി recommended by the Supreme Personality of Godhead, Sri Krishna. So Vedic rituals like prescribed sacrifices are performed for purification of impious activities that were performed in the field of sense gratification. വേദങ്ങളിൽ ഒരുപാട് സാക്രിഫൈസസിനെ പറ്റി പറയുന്നുണ്ട്, യജ്ഞങ്ങളെ പറ്റി പറയുന്നുണ്ട്. ഓക്കെ, ഇതെല്ലാം എന്തിനാണ്? നമ്മളുടെ ഒരുപാട് ഇംപയസ് ആക്ടിവിറ്റീസ് ഉണ്ട്, നമ്മൾ ജന്മാന്തരമായിട്ട് കൊണ്ട് നടക്കുന്ന, ഓക്കെ, നമ്മുടെ മനസ്സിൽ ഇംപ്രഷൻസ് ആയിട്ട് കൊണ്ട് നടക്കുന്ന ഒരുപാട് പാപകർമ്മങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ചെയ്തു വരുന്നുണ്ട്. പിന്നെ ഫ്യൂച്ചറിൽ ഒരുപാട് പ്ലാൻസ് നമുക്കുണ്ട്, അതൊക്കെ നമ്മുടെ മനസ്സിലെ ഇംപ്രഷൻസ് ആയിട്ടുണ്ട്, അല്ലേ? അപ്പൊ ഇതിനെല്ലാം പ്യൂരിഫൈ ചെയ്യണം. അപ്പോൾ അതിനെല്ലാം പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വേദിക് ഗ്രന്ഥങ്ങളിലെ റിച്വൽസ് തന്നിരിക്കുന്നത്. നമ്മളുടെ പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ട്, ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ട്. Vedic rituals like prescribed sacrifices are performed for purification of impious activities that were performed in the field of sense gratification. അപ്പൊ നമ്മുടെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ ജന്മാന്തരമായിട്ട് ചെയ്തു വന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം പ്യൂരിഫൈ ചെയ്യണം. അതിനാണ് വേദിക് റിച്വൽസ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്ക് ഇന്ന് കലിയുഗത്തിൽ പറഞ്ഞ ആ റിച്വൽസ്, അതായത് യജ്ഞങ്ങളെ പറയല്ലേ, വേദിക് യജ്ഞങ്ങള്. അപ്പോ കലികാലത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട യജ്ഞം എന്താണ്? ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട്, എന്താണ്? യജ്ഞാനാം ജപയജ്ഞോസ്മി. പണ്ടത്തെ കാലത്ത് അശ്വമേധ യജ്ഞ, രാജസൂയ യജ്ഞ, അതൊന്നും ഇന്നത്തെ കാലം നടക്കില്ല, ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇന്നത്തെ കാലത്ത് വളരെ സരളമായിട്ടുള്ള യജ്ഞങ്ങളാണ് നമുക്ക് കലിയുഗത്തിൽ ഉള്ള ആൾക്കാർക്ക് വേണ്ടി ഭഗവാൻ പറഞ്ഞു തന്നിരിക്കുന്നത്. എന്താണ്? യജ്ഞാനാം ജപയജ്ഞോസ്മി. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഓ, ഇതാണ് യജ്ഞം. ഓക്കെ, നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, എല്ലാ ആക്ടിവിറ്റീസും യജ്ഞമാണ്. ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി ചെയ്യുന്നത്, അത് യജ്ഞം, അല്ലേ? അപ്പൊ യജ്ഞപുരുഷൻ എന്ന് പറഞ്ഞാൽ വിഷ്ണുവാണ്. അപ്പൊ ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി ചെയ്യുന്ന എന്തൊരു കാര്യമുണ്ടോ അതെല്ലാം യജ്ഞമാണ്. അല്ലാണ്ട് നമ്മൾ ഫയർ സാക്രിഫൈസിന് മാത്രം യജ്ഞം എന്ന് പറയാൻ പറ്റില്ല. അതൊരു യജ്ഞമായിരുന്നു അതിന്റെ മുമ്പത്തെ യുഗങ്ങളിൽ, സത്യയുഗത്തിലും ത്രേതായുഗത്തിലും ദ്വാപരയുഗത്തിലും ആ തരത്തിലുള്ള എലാബറേറ്റ് യജ്ഞങ്ങൾ ചെയ്യാൻ പറ്റുമായിരുന്നു. അങ്ങനെയുള്ള ഒരു സമയമായിരുന്നു. അന്ന് ലൈഫ് സ്പാൻ കൂടുതലായിരുന്നു ആൾക്കാരുടെ. അന്ന് പ്യുവറായിട്ടുള്ള അൺഅഡൾട്ടറേറ്റഡ് ഇൻഗ്രീഡിയൻസ് കിട്ടുമായിരുന്നു. അത് ചെയ്യാനുള്ള ശുദ്ധ ബ്രാഹ്മണന്മാരുണ്ടായിരുന്നു. അതൊന്നും ഇക്കാലത്ത് ഇല്ല. അതുകൊണ്ട് എന്താണ്? അതുകൊണ്ട് നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള സരളമായിട്ടുള്ള ജപയജ്ഞം പറഞ്ഞു, അതും നമുക്ക് ശരിക്കും ചെയ്യാൻ പറ്റുന്നില്ല. വളരെ സിമ്പിളായിട്ടുള്ള ജപയജ്ഞം പറഞ്ഞിട്ടും അത് നമുക്ക് ശരിക്കും ചെയ്യാൻ പറ്റുന്നില്ല. അതായത് ഓക്കെ, ബാക്കിയെല്ലാം ഇമ്പോർട്ടൻസ് കൊടുക്കും, ഇത് മാത്രം ലാസ്റ്റ് വയ്ക്കും. ജപം സമയം കിട്ടിയാൽ ചെയ്യും, ഇല്ലെങ്കിൽ ചെയ്യില്ല.
ഓക്കെ, ദീക്ഷ എടുത്തിട്ടുള്ള ആൾക്കാരും പിന്നെ കമ്മിറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരും ചെയ്യുമായിരിക്കാം. പക്ഷെ പൊതുവെ ജനങ്ങൾ എന്താ ചെയ്യുന്നത്? ഭഗവാൻ അറിയാം എൻ്റെ പ്രശ്നം. എനിക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ, രാത്രി കിടക്കുന്നവരെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ്ട്. യുനോ ഭർത്താവിന് ഓഫീസിൽ പോകണം, കുട്ടികളെ സ്കൂളിൽ പറഞ്ഞേക്കണം, യുനോ ഡ്രസ്സ് ഒരുക്കണം, ടിഫിൻ ഒരുക്കണം, ലഞ്ച് ഒരുക്കണം, ഡിന്നർ ഒരുക്കണം, വീട് ക്ലീനിങ് ഉണ്ട്, യുനോ മറ്റേ റിലേറ്റീവ്സിന്റെ വീട്ടിൽ പോകണം, അവരെ നോക്കണം, ഇവരെ നോക്കണം, ഒരുപാട് കാര്യങ്ങളാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് ഇവിടെ സമയം കിട്ടുന്നത് സ്റ്റാൻഡ് ചെയ്യാൻ ഭഗവാന്റെ കാര്യം ഇല്ല. അതുകൊണ്ട് അത് ലാസ്റ്റ് പ്രിഫറൻസ്. ഓക്കെ, അതുകൊണ്ടാണ് പറയുന്നത് ഈ ചെറിയ ഒരു യജ്ഞം കൂടി, വളരെ ചെറിയൊരു കാര്യമാണ് ഭഗവാൻ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് കലിയുഗത്തിൽ. അത് നമുക്ക് ചെയ്യാനുള്ള സമയമോ അതല്ലെങ്കിൽ അതിനുള്ള രുചിയോ ഇല്ല. പിന്നെ എങ്ങനെ നമ്മൾ ശുദ്ധീകരിക്കപ്പെടുക? So Vedic rituals like prescribed sacrifices are performed for purification of impious activities that were performed in the field of sense gratification. But action in Krishna consciousness is transcendental to the reactions of good or evil work. അത് പയസ് ആക്ടിവിറ്റി ആണ് ശരി, ഇംപയസ് ആക്ടിവിറ്റി ആണ് ശരി. കൃഷ്ണാവബോധത്തിൽ ചെയ്യുന്ന ആ കർമ്മങ്ങളെല്ലാം ദിവ്യമായിട്ടുള്ള തലത്തിലാണ്, ട്രാൻസെൻഡന്റൽ ആണ്. 3 ഗുണങ്ങൾക്കും അതീതമായിട്ടുള്ളതാണ്. A Krishna conscious person has no attachment for the result, but acts on behalf of Krishna alone. വീണ്ടും അതിവിടെ ആവർത്തിച്ച് പറയുന്നു, ഒരു ഭക്തന് ഒരു ആസക്തിയും ഇല്ല, ഭൗതിക തലത്തിലുള്ള ഒരു ആസക്തിയില്ല, മറിച്ച് ഭഗവാനോട് മാത്രം, ഭഗവാനെ സേവിക്കുക എന്നുള്ള ആ ഒരേ ഒരു ഉദ്ദേശം മാത്രമാണ്. He engages in all kinds of activities, but is completely non-attached. അപ്പൊ ഒരു കാര്യങ്ങളും ചെയ്യാതിരിക്കില്ല. എന്തെല്ലാം ചെയ്യാൻ പാടുന്നുള്ള കാര്യങ്ങളുണ്ടോ അതെല്ലാം ചെയ്യും, പക്ഷെ ഒന്നിനോടും ആസക്തി ഇല്ല, എല്ലാറ്റിനോടും നോൺ അറ്റാച്ച് ആയിരിക്കും. അപ്പൊ അതാണ് ഭഗവാനും അർജുനോട് പറയുന്നത്. എന്താണ് പറയുന്നത്? വൈരാഗ്യം, അതായത് ഡിറ്റാച്ച്മെന്റ്. ജ്ഞാന വൈരാഗ്യം, ഡിറ്റാച്ച്മെന്റ്. നമ്മളെല്ലാം ചെയ്യണം, എല്ലാ കർത്തവ്യങ്ങളും ചെയ്യണം. ഓക്കെ, പക്ഷെ അതിനോട് ആ കർമ്മത്തിനോടോ അതിന്റെ റിസൾട്ടിനോടോ നമുക്ക് അറ്റാച്ച്മെന്റ് പാടില്ല. റിസൾട്ട് മാത്രം പോരാ, കർമ്മത്തിനോടും അറ്റാച്ച്മെന്റ് പാടില്ല. നമ്മൾ മിക്ക ആൾക്കാരെന്തറിയാ, അതിന്റെ ഫ്രൂട്ട്സ് നമുക്ക് വേണ്ട. ഓക്കെ, എനിക്ക് യാതൊരു ഫ്രൂട്ട്സും വേണ്ട, ഞാനത് ഭഗവാന് സമർപ്പിക്കുന്നു. പക്ഷെ നമ്മൾ കർമ്മത്തിനോട് അറ്റാച്ച്മെന്റ് വെച്ച് ചെയ്യുന്നുണ്ട്. എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ, മറ്റത് ചെയ്യാൻ പറ്റില്ല, എനിക്ക് അതിനോട് രുചിയില്ല, ഇൻട്രസ്റ്റ് ഇല്ല. നമ്മൾ സെലക്റ്റീവാണ്. ഓക്കെ, ഒരുപാട് സേവകളുണ്ട്. ഫോർ എക്സാമ്പിൾ, ഭഗവാന് ചെയ്യാൻ വേണ്ടിയിട്ട് മാല ഉണ്ടാക്കണം. ഓക്കെ, ഭഗവാന്റെ അമ്പലം സ്വീപ്പ് ചെയ്ത് ക്ലീൻ ചെയ്ത് വെക്കണം, ഡേറ്റി സർവീസ് ചെയ്യണം, പാചകം ചെയ്യണം, പാത്രങ്ങൾ കഴുകണം, ഓക്കെ, ഡെക്കറേഷൻ ചെയ്യണം, ടീച്ചിങ് ചെയ്യണം, കീർത്തൻ ചെയ്യണം, ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യണം, മാനേജ്മെന്റ് ചെയ്യണം, ഒരുപാട് സേവകളുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ്, ഓരോരുത്തർക്കും എനിക്ക് മാനേജ്മെന്റ് മതി, എനിക്ക് കീർത്തൻ മതി, എനിക്ക് മാല ഉണ്ടാക്കുന്നത് മതി, ഓക്കെ, അല്ലെങ്കിൽ എനിക്ക് പ്രീച്ചിങ് മതി, എനിക്ക് ബാത്റൂം ക്ലീനിങ് വേണ്ട, ടെമ്പിൾ ക്ലീനിങ് വേണ്ട, പാചകം വേണ്ട, വെജിറ്റബിൾ കട്ടിങ് വേണ്ട, പാത്രം കഴുകുന്നതും വേണ്ട. അതൊക്കെ എന്താണ്? ഇതൊക്കെ ആസക്തിയാണ് അല്ലേ? അപ്പോ നമ്മള് കർമ്മത്തിന്റെ ഫലം മാത്രം ത്യജിച്ചാൽ പോരാ, കർമ്മത്തിനോടും നമ്മളെ ഈക്വലായിട്ട് കാണണം. എന്ത് തന്നെ സേവ ആയാലും ശരി, അത് നമ്മളെ ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ട് നമ്മളുടെ കഴിവിന്റെ പരമാവധി നല്ല രീതിയിൽ ചെയ്യാൻ ശ്രമിക്കണം. അല്ലാണ്ട് കർമ്മത്തിനോടും അറ്റാച്ച്മെന്റ് വരാൻ പാടില്ല. കർമ്മത്തിനോടും നമുക്ക് അറ്റാച്ച്മെന്റ് വരാൻ പാടില്ല. അപ്പൊ ഗുരു പറയാണ്, അല്ലെങ്കിൽ സീനിയർ ഡിവോട്ടീസ് പറയാണ്, ഈ സേവയുണ്ട്, അത് ചെയ്യാൻ വേണ്ടി പറഞ്ഞ, അയ്യോ പ്രഭുജി എനിക്ക് പറ്റില്ല കേട്ടോ, എനിക്ക് ഈ സേവ മാത്രമേ ഇഷ്ടമുള്ളൂ. അപ്പൊ എന്തായി? അപ്പൊ നമുക്ക് കർമ്മത്തിനോടും അറ്റാച്ച്മെന്റ് ആയി എന്നാണ്. അപ്പൊ അതും പാടില്ല. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞ ഹി എൻഗേജസ് ഇൻ ഓൾ കൈൻഡ്സ് ഓഫ് ആക്ടിവിറ്റീസ് ബട്ട് ഈസ് കംപ്ലീറ്റ്ലി നോൺ അറ്റാച്ച്ഡ്. എല്ലാ കർമ്മം ചെയ്യും, പക്ഷെ ഒന്നിനോടും യാതൊരു അറ്റാച്ച്മെന്റും ഇല്ല ആണ് പറയുന്നത്. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഓർ കമന്റ്സ് ഉണ്ടോ ഇവിടെ?
ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യവ ച പതിതാനാം പാവനേഭ്യോ वैष्णवेभ्यो नमो नमः. अनंत कोटि वैष्णव की जय. श्रील प्रभुपाद की जय. गुरु महाराज की जय. गो प्रेमानंद.